ധ്യാന്റെ ഇന്റർവ്യൂവിൽ നിന്നും ശ്രദ്ധിച്ച പഠിച്ച കാര്യങ്ങളുണ്ടോ വിനീത് ശ്രീനിവാസൻ? എന്തും പറയാനുള്ള ലൈസൻസ് അവൻ സമ്പാദിച്ചു. അത് ഭയങ്കര രസമുള്ള കാര്യമാണ്. പക്ഷെ നാട്ടുകാർ അക്സെപ്റ്റ് ചെയ്തു. അതെ, അതായത് ഏതൊരു പടത്തിന്റെ പ്രൊമോഷന് പോയിട്ട് ആ പടത്തിനെ തന്നെ ക്രിട്ടിസൈസ് ചെയ്ത് സംസാരിക്കുന്നതൊക്കെ കണ്ടു. പക്ഷെ ആരും ഒഫൻഡഡ് ആവുന്നില്ല. സത്യം. ആ രീതിയിൽ ധ്യാനമായതുകൊണ്ട് അതൊരു തമാശയായിട്ട് എടുക്കാൻ ആൾക്കാരങ്ങ് ആ ലൈസൻസ് അവന് കൊടുത്തു. അത് ഒരു ഉഗ്രം പരിപാടിയായിട്ട് തോന്നി. വീട്ടിൽ തഗ്ഗാനാണ് ശരിക്കും. അച്ഛനാണോ ധ്യാനാണോ കൂടുതൽ തഗ്? രണ്ടുപേരും തഗ്ഗാണ്. ധ്യാനാണ്. ധ്യാനിന്റെ അടുത്തൊന്നും അച്ഛന് പറഞ്ഞു കേൾക്കാൻ പറ്റില്ല. ഇല്ല, പണ്ടും പറ്റൂല. ഇപ്പൊ ആയതല്ലല്ലോ അങ്ങനെ. അല്ലല്ല, പണ്ടേ ഇപ്പൊ അച്ഛൻ എന്തെങ്കിലും ഒരു സാധനം പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മറുപടി വരും അവന്റെ അടുത്തുനിന്ന്. അവന്റെ അടുത്ത് ആർക്കും സംസാരിച്ച് നിൽക്കാൻ പറ്റില്ല. ഏട്ടനെ പിടിച്ചേക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ സാധാരണ ധ്യാനിനെ കുറിച്ച് ചോദിച്ചില്ലെങ്കിൽ, വിനീത് ശ്രീനിവാസനോട് ധ്യാൻ ശ്രീനിവാസനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അത് കോറം തികയില്ല. നമ്മൾ ചോദ്യമല്ല, ഒരു റൗണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ധ്യാൻ ശ്രീനിവാസന് വേണ്ടിയിട്ട്. ധ്യാന്റെ സിനിമാ ജീവിതത്തിൽ ഏട്ടൻ ഇടപെടേണ്ട സമയമായി. യെസ് ഓർ നോ? അത് അവനിങ്ങനെ പോട്ടെ, അവന്റെ ഓരോ പരിപാടികളായിട്ട് അവനിങ്ങനെ പോവാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ധ്യാനൊരു പ്ലാൻ ഉണ്ട്. അപ്പോ അതറിയുന്ന ഏട്ടനാണ്. മെല്ലെ അവൻ കയറി ഷിഫ്റ്റ് ചെയ്യണം, ചെയ്യണം. എന്നെ അഭിനയിക്കാൻ എന്താ വിളിക്കാത്തതെന്ന് ചോദിക്കാറുണ്ടോ? അങ്ങനെ ചോദിക്കാറൊന്നുമില്ല, പക്ഷെ ആഗ്രഹമുള്ള പോലെ എനിക്ക് വിളിക്കാൻ പറ്റുന്നില്ല. ഇല്ലില്ല, അങ്ങനെയൊന്നുമില്ല. ഫ്യൂച്ചറിൽ എന്തെങ്കിലും അങ്ങനെ അവന് പറ്റുന്ന വരുമ്പോ ചെയ്യാലോ. ഞാൻ എന്താ മനുഷ്യനിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യം ഉണ്ടെങ്കിൽ, ഒരു ഏട്ടനാണെങ്കിലും നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഇൻടേക്ക് ഉണ്ടാവുമല്ലോ. അതായത് നമുക്ക് ഒളിമറയൊന്നും ഇല്ലാണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ നമ്മൾ ക്യാരി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും പേടിക്കണ്ട എന്നുള്ളത്. പക്ഷെ എനിക്കങ്ങനെ ക്യാരി ചെയ്യാൻ പറ്റില്ല. പേടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. ലാസ്റ്റ് ധ്യാനിന് കൊടുത്തൊരു ഉപദേശം ഉണ്ടെങ്കിൽ എന്തായിരിക്കും? ഞാൻ അവനോട് കുറച്ചുകൂടെ സെലക്റ്റീവായിട്ട് പടം ചെയ്യാൻ പറഞ്ഞു.